നൂറ്റാണ്ടുകളായി പരിവേഷണം ചെയ്യപ്പെടാതെ കിടന്ന ഒരു പ്രദേശമായിരുന്നു വാഗമൺ. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും 1926 വാൾട്ടർ ഡങ്കനും കമ്പനിയും അവരുടെ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചപ്പോൾ മാത്രമാണ് ഇവിടം അറിയപ്പെട്ടത്. 1930കളിൽ ഈ പ്രദേശത്ത് കൂടുതൽ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 1940 ശേഷം തിരുവിതാംകൂർ, മദ്രാസ് അല്ലെങ്കിൽ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ വാഗമണ്ണിലേക്ക് കുടിയേറി. പിന്നീട് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് കുടിയേറി. 1955 ഇപ്പോൾ പ്രസിദ്ധമായ വാഗമണ്ണിൽ കുരിശുമല ആശ്രമം സ്ഥാപിക്കപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ അല്ലെങ്കിൽ 3600 അടി ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്തെ താപനില ഉച്ചകഴിഞ്ഞ് 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. വാഗമൺ ഗ്രാമത്തിന് 30.2 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട്. അതിൽ ഏകദേശം 4000 കുടുംബങ്ങൾ താമസിക്കുന്നു. നിരവധി വെള്ളച്ചാട്ടങ്ങൾ, പരിവേഷണം ചെയ്യാനുള്ള കാൽനട യാത്ര, റോക്ക് ക്ലൈംബിംഗ്, പാരാഗ്ലൈഡിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസമാണ് വാഗമണ്ണിന്റെ പ്രാഥമിക സമ്പദ് വ്യവസ്ഥ. നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ അവരുടെ ഇന്ത്യയിൽ സന്ദർശിക്കേണ്ട ഏറ്റവും ആകർഷകമായ 50 സ്ഥലങ്ങളുടെ ഡയറക്ടറിയിൽ വാഗമൺ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ധാരാളം ആളുകൾ തേയില, കാപ്പിത്തോട്ടങ്ങളിൽ തൊഴിലാളികളായി ജോലി ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്തും പ്രമുഖമായ സ്ഥാനമുണ്ട് വാഗമണ്ണിന്. വാഗമണ്ണിൽ 2 കോളേജുകളുണ്ട്. DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, DC സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. DC കിഴക്കേമുറി ഫൗണ്ടേഷൻ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന കോളേജുകളാണിത്. വെറ്ററിനറി സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള BTech ഡയറി സയൻസിനായുള്ള കോഴ്സുകൾ വാഗമൺ കോലാഹലമേട് ഡയറി സയൻസസ് കോളേജ് വാഗ്ദാനം ചെയ്യുന്നു. ഉയരവും കാലാവസ്ഥയും കാരണം വാഗമണ്ണിന് സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ഇത് സമ്പന്നമായ പ്രകൃതിദത്ത സസ്യങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ഷോലവനങ്ങളുടെയും ഉദയത്തിലേക്ക് നയിച്ചു. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ തോട്ടം, തേയില, കാപ്പി തുടങ്ങിയ വിളകൾ വളർത്തി. പരിവേഷണം ചെയ്യപ്പെടാത്ത സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വാഗമൺ കുന്നുകൾ. നിരവധിയിനം പ്രാണികൾ, അനലൈഡുകൾ, ഉഭയജീവികൾ, പല്ലികൾ, പാമ്പുകൾ, പക്ഷികൾ, സസ്തനികൾ എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ്. അപൂർവമായ സൈക്കാസ് ഇനങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പൂക്കളുള്ളതും പൂക്കാത്തതുമായ സസ്യങ്ങളും ഇവിടെയുണ്ട്. ടൂറിസവും അനുബന്ധ സംഭവ വികാസങ്ങളും ഈ പ്രദേശത്തെ സസ്യജന്തുജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. വാഗമണ്ണിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ജനസംഖ്യയുള്ള മതവൈവിധ്യങ്ങളുടെ സമ്പന്നമായ ചരിത്രവുമുണ്ട്. സന്ദർശിക്കാൻ നിരവധി മതസ്ഥാപനങ്ങളുമുണ്ട്. കുരിശുമല ആശ്രമം വാഗമണ്ണിന് പുറത്ത് 5 കിലോമീറ്റർ അകലെയുള്ള മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ തങ്ങൽപ്പാറ, ശ്രീ അരുന്ധതി വസിഷ്ഠ ക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് RC ചർച്ച്, വാഗമൺ സെന്റ് ആന്റണീസ് ചർച്ച്, ഇമ്മാനുവൽ CSI ചർച്ച്, പെനിയൽ ആരാധനാ കേന്ദ്രം എന്നിവയും വാഗമണ്ണിലാണ്. വാഗമണ്ണിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ പുൽമേടുകൾ. ഇത് വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. വാഗമൺ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്ന പശ്ചിമഘട്ടവും ആളുകളെ ആകർഷിക്കുന്നു. കോലാഹലമേട്ടിലെ പൈൻമരവും വാഗമണ്ണിലെ റിസോർട്ടുകളും കേരള ടൂറിസത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്.